ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ ആൻഡ് പെർസെൻറ്റേജ് എറർ എന്നിവയായിരുന്നു. അബ്സല്യൂട്ട് എറർ നമ്മൾ കണ്ടിരുന്നു. അത് ഡെൽറ്റ എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഇത് റിലേറ്റീവ് എറർ ആണ് എങ്കിൽ ഡെൽറ്റ എ ബൈ എ ആവും. ഡെൽറ്റ എ എന്ന് പറയുന്ന അബ്സല്യൂട്ട് എറർ, ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രൂ വാല്യൂ ആൻഡ് ദ മെഷേർഡ് വാല്യൂ ആയിരുന്നു. ഇനി റിലേറ്റീവ് എറർ, റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് അബ്സല്യൂട്ട് എറർ ആൻഡ് ദ മീൻ വാല്യൂ ആയിരുന്നു. ആൻഡ് പെർസെൻറ്റേജ് എറർ എങ്ങനെയാണ്? ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100%. ഇത്രയായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് ആണ്. അതായത് ഇതിലെല്ലാം നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മാത്രമേ കൺസിഡർ ചെയ്തിരുന്നുള്ളൂ. അതായത് എ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മാത്രം. ഇനി നമുക്ക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വരുമ്പോൾ അതിൽ 2 or more ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വരും. ഒരു എക്സാമ്പിളാണ് പെരിമീറ്റർ ഓഫ് ദി റെക്റ്റാങ്കിൾ. പെരിമീറ്റർ ഓഫ് ദി റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ് വരുന്നത്. 2 ഇൻറ്റു എൽ പ്ലസ് ബി. ഇതിൽ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വരുന്നുണ്ട്. ഒന്ന് ലെങ്തും ഒന്ന് ബ്രെഡ്ത്ത് ഓഫ് ദാറ്റ് റെക്റ്റാങ്കിൾ. ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ഉണ്ട്, ബ്രെഡ്ത്തും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ആ സമയത്ത് നമുക്ക് എറേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് മീൻസ് ഈ ലെങ്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും 2 ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും എറർ ഇൻക്ലൂഡ് ചെയ്യണം. അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം 4 മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഇതിൽ 4ലെയും സെപ്പറേറ്റ് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് എറേഴ്സ് ഇൻ സം, ദാറ്റ് ഈസ് 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്താൽ അതിൻ്റെ റിസൾട്ടൻറ്റ് വണ്ണിന് എന്തായിരിക്കും എറർ ഉണ്ടാവുക, അതാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് വൺ ഞാൻ എ എന്നെടുത്തു, രണ്ടാമത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ബി എന്ന് എടുത്തു. 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എയും ബിയും, ലെങ്ത് ബ്രെഡ്ത്ത് അതെങ്ങനെ ഏതെങ്കിലും ആകാം. ദെൻ ഇതിൽ എ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ട്രൂ വാല്യൂ ആണ്. അതിന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിരുന്നു അതിൻ്റെ വാല്യൂസ് വേരി ചെയ്യാം. ഡിഫറെൻറ്റ് മെഷർമെൻറ്റ്സിലും ഓരോരോ വാല്യൂസ് കിട്ടും. അതാണ് നമ്മൾ സിമ്പിൾ പെൻ എടുത്തിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്ത ആ എക്സാമ്പിൾ കണ്ടിരുന്നു. അതിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നുകൊണ്ടിരിക്കുന്നു. അതിലെ ആ അബ്സല്യൂട്ട് എറർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിരുന്നു. 0.01, 0.02, -0.01 അങ്ങനെയുള്ള കുറേ ക്വാണ്ടിറ്റീസ് നമുക്ക് കിട്ടിയിരുന്നു. സോ സെയിം വേ ഇവിടെ സപ്പോസ് എ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതിന് ഒരു അബ്സല്യൂട്ട് എറർ ഉണ്ടാവാം. ആ അബ്സല്യൂട്ട് എററിനെ ഞാൻ ഡെൽറ്റ എ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി ഈ എറർ ഒന്നുകിൽ പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. ഓക്കെ, നമ്മളത് കണ്ടിരുന്നു. 0.01, ദെൻ -0.01 ഇതെല്ലാം അബ്സല്യൂട്ട് എറേഴ്സ് ആയിരുന്നു. ഇവിടെ ഒരു പോസിറ്റീവ് വാല്യൂ ഒരു നെഗറ്റീവ് വാല്യൂ വന്നു. സോ ജനറൽ കേസിൽ നമുക്ക് എഴുതുമ്പോൾ ഇതിൻ്റെ വാല്യൂ, ഈ ഡെൽറ്റ എയുടെ വാല്യൂ ഒന്നെങ്കിൽ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. സോ നമുക്ക് ഈ മെഷേർഡ് വാല്യൂ അതിനെ നമുക്ക് എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ എന്ന് എഴുതാം. അതായിരിക്കും നമുക്ക് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത്. എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ. എ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ആക്ച്വൽ വാല്യൂ, ദെൻ ഡെൽറ്റ എ എന്ന് പറയുന്നത് അതിൻ്റെ അബ്സല്യൂട്ട് എറർ. അബ്സല്യൂട്ട് എറർ പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം. സെയിം വേ ബി എന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി, ബി എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എന്ന് എഴുതാം. അതായത് എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഇത് ലെങ്ത് എടുത്തു, ഇത് ബ്രെഡ്ത്ത് എടുത്തു. ദെൻ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി
ആൻഡ് എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം കാണണം. മീൻസ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് എടുക്കണം. സോ നമുക്ക് സം ഓഫ് എ ആൻഡ് ബി നമുക്ക് ഇസഡ് വെച്ച് ഡിനോട്ട് ചെയ്യാം. ദെൻ ഇസഡ് ഈക്വൽ ടു നമുക്ക് കിട്ടും എ പ്ലസ് ബി എന്ന് കിട്ടി. ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ബി. എ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ബി എന്ന് പറയുന്ന അനദർ ഫിസിക്കൽ ക്വാണ്ടിറ്റി, അത് രണ്ടും കൂടെ ആഡ് ചെയ്ത റിസൾട്ടാണ് ഇസഡ്. ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇനി ഇതിലെ എറേഴ്സ് ഇൻക്ലൂഡ് ചെയ്താൽ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ വന്നു ആൻഡ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി വന്നു. ഈ എയും ബിയും എന്ന് പറയുന്നത് ട്രൂ വാല്യൂസ് ആണ്. ഈ ഡെൽറ്റ എയും ഡെൽറ്റ ബി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് എറേഴ്സ് ആണ്. സോ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് ഇത് രണ്ടുമാണ്. എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എയും ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബിയും ആഡ് ചെയ്താൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ എറർ? സോ അതിനു വേണ്ടി നമ്മൾ ഇവിടെ ഈ ഇസഡിൻ്റെ കൂടെ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് എന്ന് ഇൻക്ലൂഡ് ചെയ്തു. ദാറ്റ് ഈസ് ഈ ഡെൽറ്റ ഇസഡ് എന്ന് പറയുന്ന അബ്സല്യൂട്ട് എറർ ഇൻ ദ റിസൾട്ട് ആയിരിക്കും. സോ നമുക്ക് ഈ ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് കാണാൻ ഈ രണ്ട് ക്വാണ്ടിറ്റീസ് കൂടെ ആഡ് ചെയ്യാം. ദെൻ വി ഗെറ്റ് എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഓക്കെ, നമുക്കിതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇവിടെ ഡെൽറ്റ ഉള്ള രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതില്ലാത്ത രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അത് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുവരാം. ദെൻ വി ഗെറ്റ് ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ബി. ദെൻ ഇവിടെ ഒരു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഉണ്ട്, പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ, ദെൻ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. z plus or minus delta z equal to a plus b plus or minus delta a plus or minus delta b. ഇതാണ് നമുക്ക് കിട്ടിയ ഇപ്പോൾ ഉള്ള ഇക്വേഷൻ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു z ഉണ്ട്, റൈറ്റ് സൈഡിൽ a പ്ലസ് ബി ഉണ്ട്. നമ്മളിവിടെ കണ്ടിരുന്നു z എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സം ഓഫ് എ ആൻഡ് ബി ആണ്. എയുടെയും ബിയുടെയും സം ആണ് z എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ഈ എ പ്ലസ് ബിക്ക് പകരം എന്ത് തന്നെ എഴുതാം? ഇസഡ് തന്നെ എഴുതാം. ദാറ്റ് ഈസ് ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈക്വൽ ടു സെഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എന്ന് കിട്ടി. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേപോലെ z ഉണ്ട്. മീൻസ് ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്താൽ രണ്ടും ക്യാൻസൽ ആവും. ദെൻ നമുക്ക് കിട്ടുന്ന ഇനി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് മാത്രമാണ് ഉള്ളത് ലെഫ്റ്റ് സൈഡിൽ. പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ വരും പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എന്ന് കിട്ടി. പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എന്ന് കിട്ടി. മീൻസ് ഡെൽറ്റ ഇസഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ അബ്സല്യൂട്ട് എറർ ഇൻ ദ റിസൾട്ട് ആണ്. ദെൻ അത് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് എറേഴ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റീസിൻ്റെ റിസൾട്ട് ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ ഇവിടെ കാണാൻ പറ്റും പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എന്നാണ്. മീൻസ് ഇത് ഈ രണ്ട് ക്വാണ്ടിറ്റീസ് മീൻസ് രണ്ട് അബ്സല്യൂട്ട് എറേഴ്സ് ഇൻ ദ ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റീസ്, അതായത് എയുടെയും ബിയുടെയും സെപ്പറേറ്റ് ആയിട്ടുള്ള കിട്ടുന്ന അബ്സല്യൂട്ട് എറേഴ്സ് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് എപ്പോഴായിരിക്കും മാക്സിമം കിട്ടുന്നത്? മാക്സിമം മീൻസ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇത് സബ്ട്രാക്ട് ചെയ്താലാണോ അതായത് കുറച്ചാലാണോ കൂട്ടിയാലാണോ? നമുക്കറിയാം കൂട്ടിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ വാല്യൂ കിട്ടത്തുള്ളൂ. ദാറ്റ് ഈസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. അതായിരിക്കും നമ്മുടെ മാക്സിമം വാല്യൂ ഓഫ് ദി എറർ ഇൻ ദ റിസൾട്ട്. സോ നമുക്ക് ഈ അബ്സല്യൂട്ട് എറർ ഇൻ ദ റിസൾട്ട് നമുക്ക് എഴുതാൻ പറ്റും ഡെൽറ്റ ഇസഡ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. ഡെൽറ്റ ഇസഡ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ്
delta b. This is the maximum absolute error in the result. Delta z equal to delta a plus delta b. അതായത് absolute error in b plus absolute error in a. അത് രണ്ടും കൂടെ ആഡ് ചെയ്തു. അതായിരിക്കും absolute error in the result എന്ന് പറയുന്നത്. സോ നമുക്ക് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് ഇൻ ദ സം കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് ഇൻ ദ ഡിഫറൻസ് കാണാം. അത് രണ്ടും കുറച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ മാക്സിമം എറർ വരുന്നത് എന്ന്.